ഹൃദയുടെ ഫ്ലാറ്റിൽ നടക്കുമ്പോൾ മോഹിത്തിനെ കണ്ടു. എന്നിട്ട് അയാളെന്ന് ഭീഷണിപ്പെടുത്തി. ഹൃദയായിട്ടൊരു കോൺട്രാക്ഷൻ പാടില്ലെന്ന് അയാൾ പറഞ്ഞു. നീ ഏതായാലും നാട്ടിലേക്ക് പോകല്ലേ? നീ ഹൃദയെ കാണുന്നില്ലല്ലോ. ഞാൻ ഇന്നലെ എൻ്റെ ആനിനെ കണ്ടു, ഹൃദയുടെ രൂപത്തിൽ. നീ എന്തൊക്കെയാ പറയുന്നത്? എന്തൊക്കെയോ ദുരൂഹതകൾ അവൾക്ക് ചുറ്റുമുള്ള പോലെ. പ്രശ്നത്തിന്റെ ഗൗരവം അവൾക്ക് മനസ്സിലായിട്ടില്ല. മോഹിത്തൊരു അപകടമാണ്. എനിക്ക് അവളെ തനിച്ചാക്കി പോകാൻ പറ്റില്ല. ഐ ഷുഡ് പ്രൊട്ടക്ട് ഹർ. നീ പറയുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ പോകുന്നില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ദിവസം കൂടി നമുക്ക് എൻജോയ് ചെയ്യാം. പക്ഷേ ഹൃദയെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. നമുക്ക് ആലോചിക്കാം. നീ വണ്ടി കയറി. ഓ, അങ്ങനെ ഇന്നത്തോടെ ബാങ്കോക്കിൽ നിന്നും നിന്റെ തന്തയുടെ അടുത്ത് നിന്നും രക്ഷപ്പെടുന്നു. അത്ര വലിയ ആള് കളിക്കണ്ട. ഇത്രയും കാലം എന്റെ ബാപ്പയുടെ കാശുണ്ടാ ജീവിച്ച കാര്യമൊന്നും പറയണ്ടോ. ആ, തുണിയൊക്കെ എടുത്തു വെച്ചോടി. എല്ലാം എപ്പോഴേ റെഡി. എന്നാ എന്റെ മോള് പോയിട്ട് ഈ കൂറ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായിട്ട് വാ. എന്റെ ഫോൺ തരി. ആരെയും അത്ര അർജന്റ് ആയിട്ട് വിളിക്കണ്ടേ? സാമാണ് സൂറയാണോ സമീരയാണോന്ന് ആർക്കറിയാം? ഞാൻ പറയും. അല്ലെങ്കിൽ ഈ പ്രേമിച്ചേർന്ന പെണ്ണുക്ക് ഭയങ്കര സംശയമാണ്. ഞാൻ തന്നെ വിളിക്കാതിരിക്കായിരുന്നു. അവൻ പോയിട്ടില്ല. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ, എന്തായാലും ഞാൻ നാട്ടിലെത്തട്ടെ. Let me read and find you're one of a kind. It's love and love only. Give me the key to your heart. Open the door to Dennis. your mind. Is it not enough? Am I dreaming? I guess you missed your flight. നോ, പോയില്ല. അതെന്താ? പോവാൻ തോന്നിയില്ല. ഡെന്നിസ് പോയപ്പോ എന്തോ ഒരു മിസ്സിങ്. ഒറ്റയ്ക്കായ പോലെ ഒരു ലോൺലിനെസ്. ലോൺലി, സോ ലോൺലി. ലോൺലി ഐ ആം. ലോൺലി ആൻഡ് സാഡ്. ലോൺലി ആൻഡ് എംപ്റ്റി. You know, there is a saying, to someone with good understanding, only a few words are necessary. നമ്മളെ മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചുരുക്കം വാക്കുകൾ മതി. അതാ അതിന്റെ അർത്ഥം. ആ മീര, ഞങ്ങളിവിടെ ലോബിയിലുണ്ട്. വേഗം വാ. ഓക്കെ. എന്തായി? അവളിപ്പോ വരും. The man, hot new Kingfisher countercurs. ലിഫ്റ്റിൽ പോയ ആളില്ലേ, അയാളെ അറിയോ? ആ ടോൾ ഗൈ, അവൻ മോഹിത, ഒരു പക്ക വുമനൈസർ. ഇവിടെ വന്നിടയ്ക്ക് റൂം എടുക്കാറുണ്ട്. കൂടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഇല്ലേ, ഒക്കെ കണക്കാ. എന്തേ? അതാണോ നീ പറഞ്ഞ മോഹിത്?
യാ. കിടക്കണില്ലേ? ഉം. ചിലപ്പോ നീ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങള്. പറയാൻ നല്ല എളുപ്പ, പക്ഷെ കണ്ട കാര്യം കണ്ടില്ലെന്ന് അടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല എല്ലാവരും. അങ്ങനെയാണെങ്കിൽ ലൈഫിൽ എന്താണ് അർത്ഥമുള്ളത്? നല്ല ഫിലോസഫി, കേൾക്കാൻ നല്ല രസമുണ്ട്. സാം, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നാളത്തേക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഐ നീഡ് ടു ഗോ. നീ എന്തായാലും അവളുടെ കോൾ അറ്റൻഡ് ചെയ്യും. ഞാനൊരിക്കലും കരുതിയില്ല ആ കുട്ടിയെ ഹൃദയെന്ന്. കഷ്ടം. ഒരു ഷോക്കിൽ നിന്ന് കരകയറി ഒരു വിധത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവനവൻ ഇപ്പോഴത്തെ പിന്നെ യുനോ, ലൈഫ് ഈസ് എ ലോങ് ഡിസ്റ്റൻസ് ജേർണി. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സാധാരണമാണ്. നല്ല സ്ത്രീകളെ സംശയിക്കേണ്ട കാര്യമില്ല സാം. ചീത്ത സ്ത്രീകളെ സംശയിച്ചിട്ടും കാര്യമില്ല. ഫൈനലി വാട്ട് ഹി ഡിസൈഡഡ്? ഈസ് ഗോയിങ് എങ്ങോട്ട്? ടു കേരള. പപ്പയും അമ്മയും കാണാൻ. മീര, യാ, I'm Priti. Dennis. പ്ലീസ് കം. ഒരു യാത്രയ്ക്കുള്ള ഒരുക്കാണെന്ന് തോന്നുന്നു. എങ്ങോട്ടാ? ബിസിനസ് ടൂർ വല്ലാണോ? ഡെന്നിസ് നാട്ടിൽ പോവാ. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? ജീവിതമല്ലേ, ഇങ്ങനെ പെട്ടെന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവാത്തത് എനിക്കല്ലേ. ഡെന്നിസ് എന്തൊക്കെയാ പറയുന്നേ? ഇന്നലെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ എന്താ? എത്ര തവണ ഞാൻ ട്രൈ ചെയ്തെന്നറിയോ? ഇഷ്ടം, സ്നേഹം, നിന്നെ പോലുള്ളവർക്ക് ഇതൊക്കെ വെറും നേരം പോക്ക. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ഉണ്ട്. നിന്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വഴിവിട്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആൻഡ് ഐ എം നോട്ട് മെന്റ് ഫോർ യു. What do you mean? ഇനിയും വിശദീകരിക്കണോ? അങ്ങനെ നിന്നോട് സംസാരിക്കാനില്ല. Sam, this is none of your business. സാം, വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ ഞാൻ പറയുന്നില്ല. വന്നോ മോനെ? എനിക്കെന്താ സുഖം, ഇതിനൊക്കെ പോകുന്നു. പറ സമീരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നും പറയണ്ട മമ്മി. നാട്ടിലെ സുഖമൊന്നും അവിടെ ഇല്ല. തിരക്ക് തന്നെയല്ലേ എല്ലായിടത്തും. എന്റെ പൊന്നു പപ്പ, ഇവനവിടെ കൂലിപ്പണി. ഞാൻ നല്ല പൊസിഷനില്ല. പിന്നെ എന്ത് പണിയാന്ന് ചോദിക്കും. അതെന്തേ? ഫസിയുടെ വാപ്പാടെ പൂത്ത കാശ് കണ്ടിട്ട് അവളെ കിട്ടി. ഇപ്പൊ അവളുടെ വാപ്പാടെ ടോർച്ച്. ലൈഫ് എന്ന് പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ അല്ലേ മമ്മി? ആണോടെ? അതെ അതെ. മതി മതി, നീ പെട്ടെന്ന് ചായ കുടിക്കും. പപ്പ ഞങ്ങളൊന്ന് പുറത്തു വിട്ടുവരാം. ഷാനവാസ് ഒന്ന് കാണും. ഇപ്പോഴും ഷാനവാസിന് പഴയ വണ്ണമൊക്കെ ഉണ്ടോ? നിനക്ക് എന്താടി പെണ്ണേ? കുട്ടികൾ ചെറുപ്പത്തിൽ തടിച്ചിരിക്കുന്ന കരുതി അവരെന്നും അങ്ങനെ ആയിരിക്കും? ആണോ? അവനിപ്പോ ഭക്ഷണം കാണുന്നതേ വെറുപ്പായിരിക്കും. ശരിയാ. അങ്ങനെയായിരുന്നല്ലോ ചെറുപ്പത്തിൽ അവന്റെ ഒരു തീറ്റ. അവനിപ്പോ പ്രകൃതിയിൽസൊക്കെ ചെയ്ത് മെലിഞ്ഞ് തുരിഞ്ഞ പേക്കോളായി മാറി.
എന്തൊക്കെയുണ്ട് സുഖാടാ. ആ ആ എടാ ഷംന പാചക റാണി ഇപ്പൊ എന്റെ റാണി അല്ലേടി? എന്നിട്ട് നീ എന്നാ ഞങ്ങളെ കല്യാണം വിളിക്കാൻ നമ്മള് പെട്ടെന്നായിരുന്നുടാ. ഇവളുണ്ടാകണ വേസ്റ്റ് കഴിക്കാൻ വേറെ ആരെയും വേണ്ടേ? ഇവിടെ എന്നെ പ്രപ്പോസ് ചെയ്തു, ഞാൻ കേട്ടു. ഇപ്പൊ ജീവിതം ഹാപ്പി. പണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. എന്താടാ? താൻ വെക്കുന്ന ഭക്ഷണം പട്ടി പോലും കഴിക്കില്ല. ഈ പട്ടിയെ കൊണ്ടായിരിക്കും ഇരിക്കണല്ലേ? നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്, നമ്മളൊന്ന് കറിയിട്ട് വരാം. ആടാ ഇതെന്താ പെട്ടെന്ന് ചേഞ്ച് ഓവർ? ചുമ്മാ ആണോ? എന്നാ ശരി. ഇവിടുത്തെ ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റാ. ഓ തീറ്റക്കാരൻ വിട്. പണ്ട് നീ കോളേജിൽ ഫസിയുടെ പുറകെ മണപ്പിച്ച് നടത്ത കാര്യമായിരിക്കുമ്പോൾ ചിരിച്ച് ചിരിച്ച് ഭക്ഷണം മണ്ടേ കയറടാ. സത്യത്തിൽ നിന്റെ കത്തിയോളം എങ്ങനെ തയ്ക്കണിയാ? ഒരുവിധം. ഈ ചടച്ച കോമഡി പറയാൻ രണ്ടുപേർക്കും ഒരു നാണക്കേടില്ലല്ലേ? എന്തിന്? ആടാ സാമ അളയാ, നല്ല സമയത്താ നീ വിളിച്ചത്. ഞാനും ഡെന്നീസും നമ്മുടെ തടിയന്റെ കൂടെ ഉണ്ട്. അവനോട് പറ ഒരു ഉഗ്രൻ കല്യാണ സദ്യക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന്. അവസാനം ഞാനും മീരയും വിവാഹിതരാകും. പടച്ചോനെ, അങ്ങനെ നീയും പെട്ടല്ലേ? നീ ആ ഫോൺ ടെന്നീസിലൊന്നും കൊടുത്ത്. ആ കൊടുക്കാം. ആ എന്നാ ആ സാം, ആ ഡാ മാരേജ് ഫിക്സ് ആയി അങ്ങനെ. ഹേ കൺഗ്രാറ്റ്സ്. പിന്നെ ഹൃതി മീരയെ ഒന്ന് കണ്ടിരുന്നു. കാര്യങ്ങൾ നമ്മൾ കരുതിയ പോലെ ഒന്നല്ല. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. വേണ്ട സാം, എനിക്ക് കേൾക്കണ്ട. ഡെന്നീസ് ഡെന്നീസ് ഹലോ സാം. എടാ ഞാൻ ന്യൂസ് കണ്ട് തിരിച്ചു വിളിക്കാം. കോടിയുടെ സ്വർണ്ണക്കടത്ത് ബാംഗ്ലൂരിൽ മലയാളി വ്യവസായി അറസ്റ്റിൽ. ബാംഗ്ലൂരിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണത്തിന്റെ ഇടയിലാണ് MRV ഗ്രൂപ്പ് ഉടമസ്ഥനായ മോഹിത് രഞ്ജൻ വർമ്മയെ DRI അറസ്റ്റ് ചെയ്തത്. DRI ഓഫീസർ അശ്വിൻ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഞങ്ങൾക്ക് കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മോഹിത് രഞ്ജൻ വർമ്മയുടെ പങ്ക് DRIക്ക് മനസ്സിലായി. ഇയാൾ നേരിട്ടും അല്ലാതെയും നടത്തിയ ഇടപാടുകളിൽ ഞങ്ങൾക്ക് സംശയം തോന്നുകയും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻസ് ആണ് ഇയാളുടെ അറസ്റ്റിലേക്ക്. സാം നേരിട്ട് വന്ന് ക്ഷണിക്കാത്തതുകൊണ്ട് പരിഭവിക്കരുത്. അച്ഛൻ വരണം. ഞാൻ വരടോ. നിങ്ങളെല്ലാം എന്റെ കുഞ്ഞുങ്ങളല്ലേ. അച്ഛൻ മാത്രമല്ല, ചാക്കോ മാഷും. സാം പ്രത്യേകം പറഞ്ഞിരുന്നു. ഓ, നിങ്ങളുടെ പഴയ കടുവാ ചാക്കോ അല്ല സമീറെ? സത്യത്തിൽ അച്ഛന് ഞങ്ങളെ ഓർമ്മ കാണില്ലെന്നാ ഞാൻ വിചാരിച്ചത്. മറക്കാൻ പറ്റുമോ സമീറെ? ആ ക്ലീൻ ഷേവ് ചെയ്ത കഷ്ണിയിലെ ടോണിമോസിന്റെ മുഖം ഞാൻ മറന്നിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എങ്ങനെ വെച്ചു? ആ പഴയ കാലത്ത് ഊർജൊന്നും ഇല്ലടോ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റെസ്ട്രിക്ഷൻസ് എല്ലാം ഒരു അക്കാഡമിക് രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ ക്യാമ്പസിനപ്പുറത്തേക്ക് സൗഹൃദം സൂക്ഷിക്കുന്നവർ വളരെ ചുരുക്ക. ഞാൻ വരും സാമിന്റെ കല്യാണത്തിന്. എല്ലാവരും ഒരുമിച്ച് കാണാലോ.